ഹണ്ടർ ബൈഡൻ്റെ ലാപ്ടോപ്പ് കോൺസ്പിരസിയും അതേപോലെ ആ ഒരു സംഭവം ഇപ്പോൾ എവിടെ ചെന്ന് നിൽക്കുന്നു, ജോ ബൈഡൻ അവസാനം എന്ത് ചെയ്തു എന്നൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോൻ്റെ സെക്കൻഡ് പാർട്ടാണിത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഇതൊരു കോൺസ്പിരസി മാത്രമാണ്, ഇതൊക്കെ ഫേക്ക് ന്യൂസാണ്, റഷ്യക്കാർ വിട്ട ഫേക്ക് ന്യൂസാണെന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ഇതിനെ എഴുതി തള്ളി. പക്ഷേ എന്താ 2 കൊല്ലത്തിൽ കുറേ ന്യൂസ് പേപ്പേഴ്സും കുറേ റിസർച്ചേഴ്സൊക്കെ ഇതിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് അവസാനം ഇതൊക്കെ സത്യമാണെന്ന് പുറത്തു വന്നു. ഇയാൾ ചൈനയിൽ ഉണ്ടാക്കിയ ഇല്ലീഗൽ ഡീൽസും ഉക്രൈനിൽ ആ ഒരു എനർജി കമ്പനിയായിട്ട് നടത്തിയ ഡീൽസും അണ്ടർ ദ ടേബിൾ നടത്തിയ ഡീൽസ് എല്ലാം സത്യമാണ്. അതേപോലെ ആ ലാപ്ടോപ്പിൽ വന്ന വീഡിയോസിൽ ഇല്ലീഗൽ ഗണ്ണ് യൂസ് ചെയ്തു എന്നുള്ള ഒരു കേസും കൂടി ഉണ്ട്. പിന്നെ കുറേ ടാക്സിൻ്റെ ഫെഡറൽ കേസ് കൂടി ഉണ്ട്. അപ്പോൾ മൊത്തം ഹണ്ടർ ബൈഡൻ കുറേ കേസ് ഉണ്ട്. പക്ഷേ ഈ 4 കൊല്ലം ഹണ്ടർ ബൈഡൻ എങ്ങനെയാണ് സുഖമായിട്ട് ഇരുന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസിഡന്റിൻ്റെ മകനല്ലേ, ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ആർക്കും, പെട്ടെന്ന് പോയിട്ട് ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണ് ഹണ്ടർ ബൈഡൻ രക്ഷപ്പെട്ട് വന്നത്. അതേപോലെ ഈ ലാപ്ടോപ്പിലുള്ള ഡാറ്റാസ് ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ പല കാര്യങ്ങളും അതിന് ഇനിയും പുറത്തു വരാനുണ്ട്. അപ്പോൾ ഇപ്പോൾ ട്രംപ് എന്ത് ചെയ്തിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ FBI ചീഫായിട്ട് കാഷ് പട്ടേൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളിനെ ആക്കിയിട്ടുണ്ട്. കാഷ് പട്ടേൽ ആള് പുലിയാണ്. പുള്ളിക്ക് ഇങ്ങനത്തെ ഈ കോൺസ്പിറസിയിലൊക്കെ പ്രത്യേക ഒരു താല്പര്യമാണ്. ഇപ്പം ലാപ്ടോപ്പിലുള്ള ഡാറ്റാസ് മൊത്തം കൈമാറിയിരിക്കുന്നത് നേരത്തെ തന്നെ FBI അടുത്താണ്. ആ FBI ചീഫ് കാഷ് പട്ടേൽ ആയ അതേ ആഴ്ച തന്നെ ട്രംപ് എന്ത് ചെയ്തു, പാർഡൺ കൊടുത്തു ഹണ്ടർ ബൈഡൻ. എന്താണ് പ്രസിഡൻഷ്യൽ പാർഡൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പ്രസിഡന്റിന് ഒരു പവർ ഉണ്ട്. അതായത് ആരിനെ വേണമെങ്കിലും, എത്ര കുറ്റവാളിയാണെങ്കിലും അയാളുടെ പ്രസിഡൻഷ്യൽ പാർഡൺ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇത് ആദ്യമായിട്ട് കൊടുക്കുന്നത് ജോ ബൈഡൻ മകനല്ല, ഇഷ്ടം പോലെ തവണ ട്രംപ് തന്നെ ഭാര്യയുടെ അമ്മാനച്ഛന് ഫാദർ ഇൻ ലോയ്ക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ബന്ധുക്കൾക്കും ഈ ബാക്കിയുള്ള ആൾക്കാർക്ക് ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നവർക്കും എല്ലാവർക്കും പാർഡനൊക്കെ ഇങ്ങനെ അടിച്ചു വിടും, ഇഷ്ടം പോലെ പേർക്ക് കൊടുത്തുകൊണ്ടേയിരിക്കും. പക്ഷേ ഈ കേസ് ഇൻട്രസ്റ്റിംഗ് ആക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ജോ ബൈഡൻ്റെ അടുത്ത് പ്രസിഡന്റ് ആയപ്പോൾ തൊട്ട് എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ്, ഹണ്ടർ ബൈഡന് നിങ്ങൾ പാർഡൻ കൊടുക്കുമോ, നിങ്ങൾ എപ്പോഴാണ് കൊടുക്കും എന്ന് ചോദിക്കും. അപ്പോഴൊക്കെ ബൈഡൻ പറയും, ഞാൻ എന്തിനു കൊടുക്കുന്നത്, ഒന്നും കൊടുക്കില്ല, സത്യം പുറത്തു വരട്ടെ എന്നൊക്കെ പറഞ്ഞ് വലിയ ഡയലോഗ് അടിക്കും. ഈ കാഷ് പട്ടേലിനെ എന്ന് FBI ചീഫാക്കിയോ അന്ന് എല്ലാവരും ഒന്ന് പേടിച്ചു. സംഭവം ഇത് പുറത്ത് വരും, പണി വാളുന്ന അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ അപ്പം തന്നെ ഇവരെന്ത് ചെയ്ത് പ്രസിഡൻഷ്യൽ പാർട്ടി അങ്ങോട്ട് അടിച്ച് കൈ കൊടുത്തു. അതാണ് ഹണ്ടർ ബൈഡൻ ലാപ്ടോപ്പ് കോൺസ്പിറസിയിൽ ഇപ്പോൾ അവസാനം എത്തി നിൽക്കുന്ന കാര്യം. ഇനി ട്രംപ് വന്നാലും ഒന്നും ചെയ്യാനില്ല. ഈ ലാപ്ടോപ്പിലെ ഡാറ്റാസ് ചിലപ്പോൾ പുറത്ത് വിടുമായിരിക്കും, അല്ലാതെ ഹണ്ടർ ബൈഡൻ അതിൽ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല.